ആഹാ, കഴിഞ്ഞുകൊണ്ട് സംസാരിച്ചാലും സാറിന് ദേഷ്യം വരുമല്ലയോ? എന്തുകൊണ്ട് ഇന്നലെ പറയാഞ്ഞത്? അയ്യോ രാഘവേ, അതിഥി ഉണ്ടേ. അതിഥിയോ? ഞങ്ങൾ ഒന്നുകൂടെ അങ്ങോട്ടൊന്ന് കാണാതിരിക്കായിരുന്നു. എന്തായാലും ഇങ്ങോട്ട് വന്ന ഉപകാരമായി. രാഘവേ, ഇവന് കൈ ചൂണ്ടി സംസാരിക്കുന്നതും ദേഷ്യമാണെന്നാ പറയുന്നത്. ആണോ? പഠിക്കണ്ട, അതിനുള്ള പരിഹാരം നമ്മുടെ കയ്യിലുണ്ട് ഇല്ലടാ. പിന്നെ അപ്പൊ ഇപ്പൊ ഈ ഉണ്ണുന്നതൊക്കെ ഈ ഇടതായി വെച്ചിട്ടായിരിക്കും അല്ലയോ? ബുദ്ധിമുട്ടല്ലോ ഉണ്ടോ? ഇല്ല, ശീലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കിനി കാല് വെച്ചുകൊണ്ടാൻ പഠിക്കാം. അപ്പൊ നമ്മള് കാലെടുക്കുന്നില്ലേ? രാഘവ് എടാ മോനെ, ഓ, നിനക്ക് അവളെ ഇഷ്ടമാണ്? അതെ. അല്ല, പിന്നെ എന്തിനാ നീ അവളെ പുറകെ നടക്കുന്നത്? അത് ആദ്യ മാത്രയിൽ കണ്ടപ്പോൾ തന്നെ ഇവളെന്റെ പെണ്ണാണെന്നൊരു തോന്നൽ. പരിചയപ്പെട്ടു വന്നപ്പോൾ ഞങ്ങൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നു. ഇവളുടെ തന്നെ നല്ല മരിച്ച കയറി ഇവിടെ കൊണ്ട് പൂത്ത കാശുണ്ടെന്ന് ആരാണ്ട് പറഞ്ഞു. പിന്നെ കാണാനും നല്ലതാണല്ലോ, അപ്പൊ പിന്നെ ഒന്ന് ട്രൈ ആക്കാൻ നോക്കി. ആദ്യത്തെ ട്രൈ തന്നെ വീണ്, പിന്നെ കുട്ടികളെ തോന്നില്ല. മതിയായ കാരണം. ഓ, നിനക്ക് വേണ്ടതൊക്കെ കിട്ടിയില്ലേ? ഓ, പിന്നെ എന്തിനാണ് ഈ പാവത്തിന് ചിലപ്പെടുത്തുന്നത്? പിന്നെ അരമണിക്കൂർ മുമ്പ് വിളിച്ചോണ്ടിരിക്കും. കാശ് താന്നും പറഞ്ഞോണ്ട് എന്റെ ഞാൻ കൊടുക്കത്തില്ലേ? ചോദിക്കുന്ന നിൽക്കില്ലേ ഉളുപ്പ്? ഒന്നുമില്ല, ഞാൻ ഒരാണല്ലേ. അവന്റെ ഒരാണ്. വീഡിയോ എടുക്കാം. നിനക്കൊരു 5 മാസം സമയം തരും. ഈ പാവം പിടിച്ച പെങ്കൊച്ചിനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് അത് പലിശ സഹിതം തിരിച്ചു കൊടുത്തോളാം. മനസ്സിലാക്കടാ? ഓ, ഇതിനിടയ്ക്ക് നിന്റെ അഭ്യാസം ഇറക്കാനോ എവിടേക്കെങ്കിലും മുങ്ങാനാണോ നിന്റെ പ്ലാനെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലത്ത് ഫ്ലൈറ്റ് പിടിച്ചൊന്ന് നിന്നെ ഇടിക്കും. അതിനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട്. അല്ലെ, കേസും കൂട്ടൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് എൻ്റെ ഡാഡി റിച്ച് ആണ്. തോന്നിയത് നിനക്കിനി എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? കിട്ടിയല്ലോ, വല്ലാണ്ട്. ഇറങ്ങിപ്പോടാ. അളിയ, ഈ മാവ് എങ്ങനെ പോലെ ഒരു 10-90 വർഷം പഴക്കമില്ലേ? പിന്നെ അപ്പൂവിന്റെ കാലം മുതലുള്ളല്ലേ. നമുക്കിതങ്ങ് നോക്കണ്ട, തായ്ലാൻഡിൽ പോകാൻ വേണ്ടി പണ്ടേ ഞാൻ ചോദിച്ചതാ, തന്ന തരത്തില്ല. വെട്ടും പിടിക്കാവൊന്നും ഇല്ല. ഇയാളെങ്ങോട്ടാ? എടാ, താൻ പെയിൻ കില്ലർ കഴിച്ചില്ലേ? താനിപ്പോ ഓക്കെ അല്ലേ? ഞാനങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കാം. എങ്ങോട്ട് പോയാലോ?